നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. US താവളങ്ങൾ കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലെ മറ്റിടങ്ങളിലേക്ക് കൂടി ഇറാൻ ആക്രമണം കടുപ്പിച്ചതോടെ ഗൾഫ് രാജ്യങ്ങൾ കടുത്ത പ്രതിസന്ധിയിൽ. ബഹ്റിനിൽ ഇന്ന് രാവിലെയും ഇറാന്റെ ആക്രമണം ഉണ്ടായി. ബഹ്റിനിലെ എണ്ണ ശുദ്ധീകരണശാലയായ ബാബ്കോ റിഫൈനറിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇവിടെ നിന്ന് പുക ഉയരുന്നത് കാണാമെന്ന് സമീപവാസികൾ പറഞ്ഞു. ഇന്നലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ബഹ്റിനിലും മറ്റ് നിത്യജീവിതത്തെയും ബിസിനസ്സുകളെയും എല്ലാം ബാധിക്കുന്ന തരത്തിലേക്ക് യുദ്ധം മാറിയിരിക്കുകയാണ്. പല ഓഫീസുകളുടെയും പ്രവർത്തനങ്ങൾ താളം തെറ്റിയ നിലയിലാണ്. സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല. ഓൺലൈൻ ക്ലാസുകളാണ് മിക്കയിടത്തും. നേരത്തെ US താവളങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചിരുന്ന ആക്രമണം ഗൾഫ് രാജ്യങ്ങളിലെ മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ജനവാസ കേന്ദ്രങ്ങളിലും ആക്രമണമുണ്ടായി. ഒരാൾ കൊല്ലപ്പെട്ടു. കുവൈറ്റ് വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കും സോഷ്യൽ സെക്യൂരിറ്റി ആസ്ഥാനവും ആക്രമിച്ചു. കുവൈറ്റിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ ഗൾഫ് മേഖലയിൽ ആശങ്ക കനത്തിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. രാജ്യസഭയിൽ പ്രതിപക്ഷ എംപിമാരുടെ കടുത്ത മുദ്രാവാക്യം വിളികൾക്കിടയിലാണ് മന്ത്രി സഭയെ ഇക്കാര്യം അറിയിച്ചത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ഫെബ്രുവരി 20 തന്നെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നതായും വിദേശകാര്യമന്ത്രി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ ഇറാൻ-ഇസ്രായേൽ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ എണ്ണയുടെ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ 45 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ ബാരലിന് $119.5 എത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമായതോടെ എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് വില വർദ്ധിക്കാൻ കാരണം. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു ഭാഗം പശ്ചിമേഷ്യയിൽ നിന്നായതിനാൽ ഈ വിലക്കയറ്റം രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയെയും പണപ്പെരുപ്പത്തെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. എണ്ണവില $120 എത്തിയ പശ്ചാത്തലത്തിലാണ് ഊർജ്ജ സുരക്ഷയെക്കുറിച്ച് അടിയന്തര ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ നോട്ടീസ് നൽകിയത്. എണ്ണവില വർദ്ധിക്കുന്നത് രൂപയുടെ മൂല്യ തകർച്ചയ്ക്കും വ്യാപാര കമ്മി വർദ്ധിക്കുന്നതിനും കാരണമാകും. പശ്ചിമേഷ്യൻ യുദ്ധഭീതിയെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ കനത്ത തകർച്ച. വിപണി വ്യാപാരം ആരംഭിച്ച് വെറും 5 മിനിറ്റിനുള്ളിൽ നിക്ഷേപകരുടെ 13 ലക്ഷം കോടി രൂപയാണ് തുടച്ചു നീക്കപ്പെട്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 ഉയർന്നതാണ് വിപണിയെ പെട്ടെന്ന് തളർത്തിയത്. BSE സെൻസെക്സും NSE നിഫ്റ്റിയും വലിയ തോതിലിടിഞ്ഞു. ബാങ്കിംഗ്, ഓട്ടോമൊബൈൽ, IT മേഖലകളിലെ ഓഹരികളാണ് ഏറ്റവും കൂടുതൽ തകർച്ച നേരിട്ടത്. ഇറാന്റെ യുദ്ധസമാനമായ സാഹചര്യവും എണ്ണവിലയിലെ 45 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കും നിക്ഷേപകരിൽ പരിഭ്രാന്തി പടർത്തി. ഇതോടെ വൻ തോതിലുള്ള ഓഹരി വിറ്റഴിക്കലാണ് വിപണിയിൽ ദൃശ്യമായത്. ഓഹരി വിപണിയിലെ തകർച്ചയ്ക്ക് പിന്നാലെ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലും ഇടിവുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് നയത്തിൽ വൻ മാറ്റം വരുന്നു. കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളിലും BJP കേരളത്തിൽ മുഖ്യശത്രുവായി കണ്ടിരുന്നതും പോരാടിയതും കോൺഗ്രസിനെതിരായിരുന്നു. എന്നാൽ ഇത്തവണ മുഖ്യശത്രു CPM ആണ്. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെയും അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റമെന്നാണ് സൂചന. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെയായിരുന്നു മുഖ്യശത്രുവായി BJP കണക്കാക്കിയത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJP കേന്ദ്ര നയത്തിനോട് യോജിച്ച സമീപനമായിരുന്നു ഇത്. മോദി, അമിത്ഷാ കാലം മുതൽ BJPക്കകത്ത് സമീപകാലത്ത് CPMനേക്കാൾ ശത്രുത കോൺഗ്രസിനോടായിരുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂർച്ഛിച്ച കാലഘട്ടത്തിൽ പോലും നയം അങ്ങനെയായിരുന്നു. ഈ നയമാണ് BJP തിരുത്താൻ പോകുന്നത്. കേരളത്തിൽ കോൺഗ്രസിന്റെ ശക്തമായ അടിത്തറ ന്യൂനപക്ഷ സമുദായങ്ങളായതിനാൽ കോൺഗ്രസിനെ പാടെ ഇല്ലാതാക്കാനോ കോൺഗ്രസ് മുന്നണി ദുർബലമാക്കാനോ അത്ര എളുപ്പമല്ല എന്ന് BJP കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ CPMലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെയും പ്രധാന അംഗങ്ങളും പിന്തുണയും ഹിന്ദു വിഭാഗത്തിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി CPM ആണെന്ന നിരീക്ഷണം കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ഇതൊക്കെയാണ് നയമാറ്റത്തെ സ്വാധീനിക്കുന്നത്. പൊൻകുന്നം തോണിപ്പാറയിൽ ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലപ്പുഴ മാന്നാർ സ്വദേശി സാജൻ, ഭാര്യ അനീഷ എന്നിവരാണ് മരിച്ചത്. ഇവർക്ക് സമീപം കരഞ്ഞ് 2.5 വയസ്സുള്ള പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇരുവരെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 പേരുടെയും ശരീരത്തിൽ നിന്ന് രക്തം വാർന്ന നിലയിലായിരുന്നു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന കുട്ടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരാഴ്ച മുമ്പാണ് ഇവർ വാടകയ്ക്ക് താമസിക്കാനെത്തിയത്. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഉടമ വന്ന് നോക്കിയപ്പോൾ വീട് അകത്തുനിന്ന് അടച്ച നിലയിലായിരുന്നു. വീട്ടുടമ ഇവരെ ഇവിടേക്ക് എത്തിച്ച ആളുമായി ബന്ധപ്പെടുകയും അയാളെത്തി ഇരുവരും ചേർന്ന് മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് വീട് തുറക്കുകയും ചെയ്തപ്പോഴാണ് ഹാളിൽ ദമ്പതികൾ രക്തത്തിൽ കുളിച്ച നിലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടത്. ഇവരിവിടെ വന്നതിനു ശേഷം വീട്ടിനുള്ളിൽ നിന്ന് ബഹളം കേൾക്കാറുണ്ടായിരുന്നുവെന്ന് വീട്ടുടമ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഇവർ കടുത്ത സാമ്പത്തിക പ്രശ്നം നേരിട്ടിരുന്നതായി ബന്ധുക്കളും സാക്ഷ്യപ്പെടുത്തുന്നു. 2020 ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റും ഇന്ത്യയുടെ കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച താരവുമായ സഞ്ജു സാംസണെ അഭിനന്ദിച്ച് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. സഞ്ജു കേരളത്തിന്റെ അഭിമാനമാണെന്നും താരത്തിന് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. തിരുവനന്തപുരത്തായിരിക്കും സ്വീകരണം ഒരുക്കുക. സഞ്ജു സാംസൺ കേരളത്തിന്റെ പുത്രനാണ്, കേരളത്തിന്റെ അഭിമാനം. പലപ്പോഴും പുറത്തിരിക്കേണ്ടി വന്നിരുന്നു. കഠിനാധ്വാനത്തിൽ ലോകത്തിന്റെ പ്രശംസ നേടിയെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. സ്വീകരണത്തിന്റെ കാര്യം സഞ്ജുവിന്റെ പിതാവിനെ ഇന്ന് നേരിട്ട് കണ്ട് അറിയിക്കും. സഞ്ജുവിന്റെ PA വിവരം അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു.
ഗൂഡല്ലൂർ ദേവർശോലയിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേർ മരിച്ചു. അയ്യപ്പൻ, ലിംഗരാജ്, രവി എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി ഇരുവരും വീട്ടിലെത്തിയിരുന്നില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആക്രമണത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പതിവായി കാട്ടാന ശല്യമുള്ള നാടാണ് ദേവർശോല. നാട്ടിക സീറ്റിനെ ചൊല്ലി ഇടഞ്ഞ CC മുകുന്ദൻ MLAയോട് പാർട്ടിക്ക് ശത്രുതയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സ്നേഹിച്ച പാർട്ടിയെ മുകുന്ദൻ തള്ളിപ്പറയില്ല. മുകുന്ദനുമായി ചർച്ച നടത്തി വിഷമങ്ങൾ പരിഹരിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. നാട്ടികയിൽ CPI സ്ഥാനാർത്ഥിയായി ഗീതാ ഗോപിയെ പരിഗണിക്കുന്നതിൽ CC മുകുന്ദൻ MLA അതൃപ്തി അറിയിച്ചിരുന്നു. ഒരു ടേം മാത്രം പൂർത്തീകരിച്ച തന്നെ ഒഴിവാക്കിയതിലും സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്ന് വിജിലൻസ് കേസുള്ളയാളെ വീണ്ടും പരിഗണിച്ചതിനാലുമാണ് അതൃപ്തി അറിയിച്ചത്. മലയാളികളുടെ അഭിമാനമായ വിശ്വപൗരൻ ഡോക്ടർ ശശി തരൂർ സപ്തതി നിറവിൽ. രാഷ്ട്രീയ നേതാവ്, ചിന്തകൻ, വാഗ്മി, എഴുത്തുകാരൻ, നയതന്ത്രജ്ഞൻ, ജനാധിപത്യവാദി തുടങ്ങി നിരവധി വിശേഷണങ്ങൾക്ക് അർഹനായ തരൂർ തുടർച്ചയായി 4ാം തവണ തിരുവനന്തപുരത്തിന്റെ MBA റെക്കോർഡ് കുറിച്ചു. ഡോക്ടർ തരൂർ ഇന്ന് 70 വയസ്സ് പൂർത്തിയാക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം ഡൽഹിയിലെ ഒരു ഫാം ഹൗസിൽ നടന്ന ജന്മദിനാഘോഷത്തിൽ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിലുള്ള തരൂരിന്റെ സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും പങ്കെടുത്തു. ഇന്ന് രാവിലെ പാർലമെന്റിലേക്ക് പോയ തരൂരിന് ഉച്ചയ്ക്ക് ഡൽഹിയിലെ വിദേശ രാജ്യങ്ങളുടെ അംബാസഡർമാർ ഒരുക്കുന്ന വിരുന്ന് സൽക്കാരമുണ്ട്. വൈകുന്നേരം വസതിയിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ ജന്മദിന പാർട്ടിയിൽ പൗരപ്രമുഖർ പങ്കെടുക്കും. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.